കുതിരാമുറ ഫാമിൽ വന്നിട്ടുള്ള പോത്തുംകുട്ടികളാട്ടാ. നമുക്ക് റീച്ചാറിനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് നല്ല പോത്തുംകുട്ടികളാണ് വന്നുള്ളത്. പക്ഷേ ഒരു കാരണം എന്ന് വെച്ചാൽ എല്ലാ പോത്തുംകുട്ടിയും വിറ്റ് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15 ദിവസം മുന്നേ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാനിടാം. അപ്പോൾ റീച്ചാറിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര കിലോ വേണം പോത്ത്, എത്ര വെയിറ്റ് വേണം നോക്കിയിട്ട് റീച്ചാറിനെ വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മുടെ കുതിരാമുറ ഫാമിക്ക് വന്നിട്ട് കാര്യമുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഓൺലൈനായിട്ടുള്ള ബിസിനസ്സാണ്, എല്ലാം വിറ്റുപോയി. കുട്ടിയുടെ ക്വാളിറ്റി ഒക്കെ നോക്കി കണ്ട നല്ല നല്ല കുട്ടികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ റീച്ചാറിൻ്റെ നമ്പർ ഞാൻ കൊടുക്കണമായിരിക്കും കേട്ടോ. അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. റീച്ചേട്ടാ, ഇപ്പോൾ നിലവിൽ എത്ര കിലോ ഉള്ള പോത്തുകുട്ടികളാണ് വന്നിട്ടുള്ളത്? 100 കിലോ വരെ 100 കിലോ തൊട്ട് 200 കിലോ വരെ ഉണ്ടല്ലേ. ഇപ്പം എങ്ങനെ പോത്തിന് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് കിലോയ്ക്കാണ് വില. ഇപ്പോഴത്തെ വില വില കൂടുതലാണ്. വില കൂടുതലാണ്, അവിടുത്തെ വില കൂടുതലാണ്. അവിടെ വില കൂടുതലാണ്. അതനുസരിച്ച് ഇപ്പം നമ്മുടെ കുതിരാമുറ ഫാമിൽ കിലോന് എത്ര വെച്ചിട്ടാണ് കൊടുക്കുന്നത്? അതിപ്പോൾ പറയാൻ പറ്റില്ല. ഓരോ ടൈമിൽ ഓരോ വിലയാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു വില പറയാൻ പറ്റില്ല. ഓരോ ദിവസം വില മാറും. നമ്മുടെ സ്വർണത്തിനേട്ടം വില വരുന്ന പോലെ ഇപ്പൊ പോത്തിന്റെ വില അല്ലേ? ഇപ്പൊ ഞാൻ കുറഞ്ഞാൽ ഇവിടെ കുറയും, അവിടെ കൂടിയാൽ ഇവിടെ കൂടും. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വില ഇപ്പൊ പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ഞാൻ റീച്ചാണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയണായിരിക്കില്ല, ഈ വീഡിയോ പിന്നീടായിരിക്കും ആൾക്കാർ കാണാം. അപ്പോൾ ആൾക്കാർ പറയും അന്ന് ആ വിലയല്ലേ പറഞ്ഞത്. അതെ, അതാണ്. അതുകൊണ്ട് നമ്മൾ വില പറയാം. ഇപ്പൊ നമ്മൾ റീച്ചാണ്ട് 2 പോത്തുംകുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ 10 മാസമായി. നിർഭവശാല അതിനെ കൊടുക്കേണ്ട ആവശ്യം വന്ന്. ഇപ്പൊ നല്ലൊരു കുട്ടീനെ കൂടെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇത്ര ദൂരം വന്നിട്ടുള്ളത്. ഞാൻ ഒരു ആവശ്യം വിളിച്ചിരുന്നു, പക്ഷെ ഒരു സാഹചര്യത്താൽ ആ പോത്ത് ക്യാൻസലായി. ഇപ്പോൾ പുതിയ പോത്തിൻകുട്ടീനെ എടുക്കാൻ വേണ്ടി ഒരു 15 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെല്ലാം സൂപ്പർ കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ പേശകരോട് പറയാനുള്ളത്, ഇനി ഓൺലൈനിലായിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലേ? അതെ അതെ. കാരണം എന്നും നമ്മുടെ കയ്യിലുണ്ടാവും. ഇതിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് എല്ലാം തീരും. കുട്ടികളൊക്കെ ഓക്കെ. അതൊക്കെ വിറ്റുപോയാ? എല്ലാം ബുക്കിംഗ് കഴിഞ്ഞാ? അതെ. ഇനി നമുക്ക് എന്നാണ് അടുത്ത ലോഡ്? അടുത്ത ലോഡ് അടുത്ത ആഴ്ച ഉണ്ടാവും. അതും ബുക്കിംഗ് ആണ്. അതും ബുക്കിംഗ് ആണ്. അപ്പൊ 15 ദിവസം കഴിയാണ്ട് 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റില്ല. ആരും പറഞ്ഞില്ല. നമ്മുടെ കസ്റ്റമർ ആയിരിക്കും ഇപ്പോൾ റീച്ചാറിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പോത്തുകുട്ടികളെ കൊടുക്കാൻ പറ്റും. നല്ല പോത്തുകുട്ടികൾ ഇതേമാതിരിയുള്ള കുട്ടി തന്നെ നല്ല പോത്തുകുട്ടി. ഇത്രയും കൂടുതൽ അങ്ങനെ നല്ല പോത്തുകുട്ടികൾ നീ കൊണ്ടേറ്റ വളർത്തണമല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കൊണ്ടേറ്റ. അതെ. അപ്പൊ ഇപ്പോൾ ഉള്ളതൊക്കെ ലോഡ് ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ ഇതെന്നിട്ടാ പോത്തിന്റെ ക്വാളിറ്റി ഒക്കെ എന്നാ നോക്ക്. നല്ല ക്വാളിറ്റി ഉള്ള പോത്തുകുട്ടികളാണ് വന്നിട്ടുള്ളത്. കണ്ടാ, നല്ല വാൽ കളറ്, അതുപോലെ തന്നെ ഇടനീട്ടം, നല്ല കുട്ടികൾ. ഈ കുട്ടീനൊക്കെ നോക്കി വേണ്ട, ഈ കുട്ടിയൊക്കെ നോക്കിയ ക്വാളിറ്റികളൊക്കെ നോക്കട്ടെ. നമുക്കൊരു നല്ലൊരു കുട്ടീനെ എടുക്കണം. നമുക്ക് റീച്ചാറിൻ്റെ അടുത്തുനിന്ന് കുട്ടീനെ 2 കുട്ടീനെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നാണ് വെച്ചാൽ സാഹചര്യത്താൽ വിൽക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ വിറ്റു. അപ്പോൾ അതിൽ നിന്നൊരു തുച്ഛമായ പൈസ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു നല്ലൊരു കുട്ടീനെ എടുക്കാനായിട്ട് വന്നുള്ളത്. കുട്ടീനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെ, അങ്ങനെ കുട്ടി ക്വാളിറ്റി നോക്കിയ ആ കുട്ടി എങ്ങനെയുണ്ടാ? നല്ല കുട്ടിയാ. എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോവാ. റീച്ചാറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് നോക്കാൻ പോകട്ടെ നമ്മുടെ കുട്ടീരെ. तुम्हारा दिख रहा है ना, जा रहा है माल, तो कोई टेंशन नहीं लो. നമ്മളിപ്പോൾ വന്നേക്കണ ലോഡ് 100 മുകളിൽ 200 വരെ 200-250 കിട്ടും.
ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പേര് എഴുതി വെക്കും കേട്ടോ. നമ്മുടെ പേര് എഴുതി വെക്കും കേട്ടോ. നമ്മുടെ കുട്ടീനെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഇവിടെ വളർത്താൻ നിർത്തിയുള്ള കുട്ടിയാട്ടെ. നിർത്തിയിട്ടുള്ള കുട്ടിയായി തന്നെ കുട്ടി.